കേരളത്തിന് അർഹമായ പണം ലഭിക്കാനുള്ളത് വേണ്ട എന്ന് പറയലല്ല. ഒന്നാം സ്ഥാനം പൊങ്ങച്ചമല്ല, ഒന്നാം സ്ഥാനം അഭിമാനമാണ്. സ്വതന്ത്രനായി വന്ന് ഇവിടുത്തെ പിന്തുണച്ച ജനങ്ങളുടെ മൊത്തം വിശ്വാസത്തെ തകർത്തുകൊണ്ട് അനാവശ്യമായി തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയും എന്തൊക്കെയോ രാഷ്ട്രീയമില്ലാതെ നാട്ടുകാർ തന്നെ വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നൊരു സമീപനമാണ് അൻവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ MP ആണ്, നമ്മളിരിക്കുന്ന നിലമ്പൂര്. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ ധനമന്ത്രി KN ബാലഗോപാലാണ്. എനിക്കൊപ്പം R റോഷിപാലുണ്ട്. മിസ്റ്റർ നമസ്കാരം. ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പെൻഷനാണ്. അതിൽ UDFന്റെ പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ പെൻഷൻ ഒരു കൈക്കൂലിയായാണ് സർക്കാർ കാണുന്നത്. ഇലക്ഷന്റെ കുറച്ചു മുമ്പ് പെൻഷൻ കൊടുക്കുന്നു, പിന്നെ കുടിശ്ശിക വരുത്തുന്നു. അങ്ങനെ കൈക്കൂലിയായിട്ടാണോ പെൻഷൻ വിതരണം ചെയ്യുന്നത്? പെൻഷൻ കൃത്യമായി കൊടുക്കുന്നത് LDF സർക്കാരാണെന്ന് ജനങ്ങൾക്കറിയാം. പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതെന്ന് മാത്രമല്ല, വലിയ സാമ്പത്തികമായ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ശ്വാസം മുട്ടിച്ച് നൽകാനുള്ള പണമൊക്കെ തരാതിരുന്നൊരു ഘട്ടത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു 5 മാസക്കാലത്തെ പെൻഷന് തടസ്സം വന്നിരുന്നു. കഴിഞ്ഞ 1 വർഷം മുമ്പ്. അന്ന് ആ ബുദ്ധിമുട്ടിൻ്റെ കാര്യമെല്ലാം ജനങ്ങളോട് പറയുകയും എന്നാൽ ഈ പെൻഷൻ്റെ കാര്യം കൃത്യമായി ഞങ്ങൾ ആ 5 കുടിശ്ശിക പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രസംഗിച്ചായിരുന്നു. റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അത് കൃത്യമായി കൊടുക്കുന്നതല്ല. അതല്ലാതെ വേറൊരു കാര്യമില്ല. അത് കൊടുക്കുമ്പോൾ UDF ഇത് കൈക്കൂലിയാണെന്ന് പറയാൻ കാര്യം, അവർ പ്രതീക്ഷിച്ചില്ല LDF സർക്കാരിന് ഇതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. കാരണം അവർ ചെയ്തതുപോലെ 10-18 മാസക്കാലത്തെ കുടിശ്ശിക ആ ഘട്ടത്തിൽ വന്നിരുന്നു എന്നുള്ളത് അസംബ്ലി രേഖകളിൽ തന്നെ പല കണക്കുകൾ വന്നിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്. ഒരു കാലത്തും UDFന്റെ നേതാക്കന്മാർ C K കരുണാകരനും ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആരും കൃത്യമായി പെൻഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള പഴയ കണക്കുകൾ നോക്കിയാൽ അറിയാം. എന്ത് വാദം ഇപ്പോൾ അവർ തയ്യാറാക്കിയാലും ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പരസ്പരം വാദിച്ച് ഇതൊക്കെ അവതരിപ്പിക്കാം. പക്ഷെ കണക്കുകൾ ബഡ്ജറ്റും കണക്കും വീഡിയോ പറയുന്നുണ്ട് 18 മാസം. അപ്പൊ അങ്ങനെ ഒരു ധാരണ അവർക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ സത്യത്തിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റിനോട് ചെയ്യാത്തത്ര ക്രൂരതയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഉപരോധമാണ്. ഗവൺമെന്റിനോടല്ല ഉപരോധം, കേരളത്തിലെ ജനങ്ങളോടാണ്. അങ്ങനെ പണത്തിൻ്റെ ചുരുക്കം വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒട്ടും പുറകോട്ട് പോകാതെ നമ്മുടെ ചെലവും വരുമാനവും വർദ്ധിപ്പിച്ചു. ചെലവ് നല്ലതുപോലെ നടത്തി, കൊടുക്കാനുള്ള ശമ്പള പരിഷ്കരണമൊക്കെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വന്നു. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഈ സർക്കാർ പൂച്ച വെറ്റ് കിടക്കുന്ന അടുക്കള പോലെയാണ് സർക്കാരിൻ്റെ ഖജനാവെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കൊടുക്കാതെ നിന്നുപോകും. ഇഞ്ചിൻ നിന്നുപോകും. ഇഞ്ചിൻ നിന്നുപോയി എന്താ ക്രാഷ് ലാൻഡ് ചെയ്യും. അങ്ങനെ ഇഞ്ചിൻ നിന്നു പോകുമെന്ന് ധരിച്ചെടുത്ത് ഈ 2 മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുത്തു. ഈ പെൻഷൻ കൊടുത്തത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇഷ്യൂ വന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെൻഷൻ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്, അല്ല തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ആ പെൻഷൻ എത്തുമ്പോൾ സാധാരണഗതിയിൽ ഈ 62 ലക്ഷം പേർക്ക് പണം കിട്ടുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻ്റൊക്കെ തെറ്റും. നേരത്തെ ആണല്ലോ നമുക്ക് പ്രായമുള്ള 2 സ്ത്രീകളെ ഉൾപ്പെടെ രംഗത്തിറക്കി പിന്നെ നാട്ടിൽ വലിയ സമരമൊക്കെ നടത്തിയത്. ആ സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ ഇവിടെ പോയി നിൽക്കുന്നു എന്നത് വേറെ കാര്യം, പ്രായമുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ പറയാണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് ഇത് കൈക്കൂലി പോലെയാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ജനം വിശ്വസിക്കത്തില്ല. കാരണം 5 കുടിശ്ശികയിൽ 3 കുടിശ്ശിക ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, ഇനി 2 കുടിശ്ശികയുണ്ട്, അതും കൃത്യമായി കൊടുക്കും. അപ്പോൾ ഇത് നിന്നുപോയില്ല എന്നുള്ള വിഷമമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള UDF നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് അവർ ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ ഈ പെൻഷൻ്റെ ചില കണക്കുകളൊക്കെ പറയുന്നതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ നോക്കിയാൽ, അക്കൗണ്ട് നോക്കിയാലൊക്കെ അറിയാം നേരത്തെ 600 രൂപ വെച്ച് കൊടുക്കുന്ന സമയത്ത് എത്ര കുടിശ്ശിക വന്നിരുന്നെന്നും അതൊരുമിച്ച് എങ്ങനെ കൊടുത്തെന്നൊക്കെയുള്ള കണക്കുകളുണ്ട്. അക്കൗണ്ടന്റ് ജനറൽ പരിശോധിച്ച കണക്കുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും തെറ്റായിട്ടൊന്നും പറയാനില്ല. മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച UDFന്റെ പ്രചരണം ഉണ്ടല്ലോ, അതിൽ 1-2 പോയിന്റ്സ് പറഞ്ഞാൽ, ഒന്ന് R ശങ്കറാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത്. അത് നായനാർ സർക്കാർ 1980 തുടങ്ങിയതല്ല. 2 18 മാസത്തെ കുടിശ്ശികയില്ല. 1389 കോടി രൂപയാണ് മിനിസ്റ്റർ തന്നെ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ 18 മാസം കുടിശ്ശിക ഉണ്ടെങ്കിൽ അത്രയും പണം പോരാ. അതുകൊണ്ട് 18 മാസത്തെ കുടിശ്ശിക ഇല്ല എന്ന് പറയുന്നു. 2 രൂപ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തുന്ന സർക്കാർ LDF സർക്കാരാണ്. സെസ് ഏർപ്പെടുത്തിയിട്ടും ഇപ്പോഴും 2 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട. ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി അവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അവർ തമ്മിൽ ബോധ്യപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കട്ടെ. ഈ ഒന്നാമത്തെ കാര്യം വെള്ളപ്പേപ്പറാന്ന് പറയുന്നുണ്ട്, ധവളപത്രം. അല്ല, അവര് സംസാരിക്കുന്നതിനിടയിൽ ഒരു വെള്ളപ്പേപ്പറിലായിരിക്കും. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞത് R ശങ്കറാണ്. അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്. കാരണം
അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയമായ വിരോധമുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എതിർത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി ചവിട്ടിത്താത്തത് കോൺഗ്രസ്സുകാരാണ്. ഒരു കൊല്ലത്തുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബം, വീട് ഉൾപ്പെടെയുള്ള സ്ഥലം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇപ്പോൾ സ്നേഹമൊക്കെ ഉള്ള. ഏതായാലും ശ്രീ ആർ ശങ്കറിൻ്റെ കാലത്തല്ല ക്ഷേമ പെൻഷൻ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ കെ നായനാർ കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ശ്രീ കെ കരുണാകരൻ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ഒരു അനാവശ്യമായ കാര്യമാണെന്നും ഇതൊരു റീപ്രൊഡക്റ്റീവായ ഒരു കാര്യമല്ലെന്നും ഇത് സംസ്ഥാനത്തെ ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും പറഞ്ഞു. ഇതിനുശേഷം അതേ സ്വഭാവത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെറിയൊരു തുകയാണ്, 45 രൂപയിൽ തുടങ്ങി, അത് ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് വന്നിട്ടാണ് ഈ തുകയിലേക്ക് എത്തിയത്. ഒന്നാമത്തെ പിണറായി സർക്കാർ വരുന്ന സമയത്താണ് അതിന് തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ് കൊടുക്കാനുള്ള കുടിശ്ശിക മൊത്തം കൊടുത്തു തീർത്തത്. ആ കുടിശ്ശിക അന്ന് നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്ന് പോയ കണക്കൊക്കെ നോക്കിയാൽ അന്ന് 600 രൂപയാണ് ഉള്ളതെന്നറിയാലോ. അത് വെച്ച് എത്ര തുക ഉണ്ടായിരുന്നു? അന്ന് 30 ലക്ഷത്തിനടുത്ത് ആളെ കിട്ടുന്നുള്ളൂ. ആ തുക വെച്ച് അന്ന് കൊടുക്കുന്ന പണം നോക്കിയാൽ അറിയാം എത്രത്തോളം. അവർ 1200 ആക്കിയിരുന്നില്ല. ഇല്ല 75 വയസ്സിന് മുകളിൽ 600 രൂപ വെച്ചിട്ട് ആണ് കൊടുത്തോണ്ടിരുന്നത്. അത് തന്നെ ഏതാക്കി എന്ന് പറഞ്ഞാലും 18 മാസം കാലത്തെ കൊടുത്തിട്ടില്ല. അന്നത്തെ നിയമസഭാ റെക്കോർഡുകൾ നോക്കിയാൽ അറിയാം. ശ്രീ എം കെ മുനീർ കൊടുത്ത, നിയമസഭയിൽ കൊടുത്ത, തദ്ദേശ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൊടുത്ത മറുപടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലൊക്കെ ഒന്നും ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ജനങ്ങൾ നോക്കുന്നത് എന്താ? കഴിഞ്ഞ മാസം കിട്ടിയില്ലെങ്കിൽ അവർ കിട്ടിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം കിട്ടിയാൽ കിട്ടിയെന്ന് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് ഞങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും അന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരാണെങ്കിൽ ഇത്രയും വലിയ ബാധ്യത കൊടുത്തു തീർക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ സർക്കാർ ഇത് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇത് കൊടുക്കും. ഞാൻ പറയുന്നു, ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആകെ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന് തരുന്ന, ഞങ്ങൾക്കെന്ന് ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിന് കിട്ടുന്ന നികുതിയുടെ ഭാഗമായി കിട്ടേണ്ട പണത്തിൽ വലിയ കുറവ് വരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് നടത്തിയ ഒരു സ്റ്റഡിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ സ്റ്റഡിയും, ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങളുടെ റവന്യൂ ചെലവിൻ്റെ 53% കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നികുതി വിഹിതമായി പല ഇനത്തിൽ കിട്ടുന്ന തുകയാണ്. ഇത് ചില സംസ്ഥാനങ്ങളിൽ 70% വരെയുണ്ട്. കേരളത്തിന് ഈ വർഷം കിട്ടുന്നത് 26%. ഈ 26ഉം 53 തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ ചെലവിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും എത്രയോ അധികം പണം കിട്ടണം. ആ പണം കേരളത്തിന് മാത്രമാണ് കിട്ടാത്തത്. ഇങ്ങനെ വെട്ടിക്കുറവ് വന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ UDF ഞാൻ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ വെട്ടിക്കുറവ് വന്നിട്ടും കേരളത്തിന് വേണ്ടി പൊതുവിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ പാർലമെൻറ്റിലെ 19 സീറ്റ് അവർക്കാണ്. ഇവിടുന്ന് ഉൾപ്പെടെയുള്ള MP മാരുണ്ട്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ MP ആണ്. നമ്മളിരിക്കുന്ന നിലമ്പൂരെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇന്ത്യൻ പാർലമെൻറ്റ് ഉന്നയിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? അവർ പ്രതിദാനം ചെയ്യുന്നത് ഈ കേരളത്തെയാണ്, കേരളത്തിലെ വയനാട് മണ്ഡലത്തെയാണ്. അതിനകത്ത് ചൂരൽമല ദുരന്തമടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനുൾപ്പെടെ എന്ത് സമീപനമാണ് അവരെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ തുക വേണ്ടതിൻ്റെ പകുതിയേ കിട്ടുന്നുള്ളൂ കേന്ദ്രത്തിൽ നിന്ന്. ആ തുക പോലും കിട്ടാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകൾ അത് ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയും ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് ശ്വാസം മുട്ടി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. പക്ഷെ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിലും സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ സംസ്ഥാനം പല ഘട്ടങ്ങളിലായി പറയുന്നതാണ്. കേന്ദ്രം പക്ഷേ നിലപാട് തിരുത്തുന്നില്ല. കേന്ദ്രം പിടിവാശി തുടരുന്നുണ്ട് ഈ ധനനയത്തിൽ. ഇനി എങ്ങനെയാണ് ഇതൊക്കെ മറികടക്കുക? എല്ലാ കാലത്തും നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും? ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് 2 തരത്തിൽ തന്നെയാണ്. ഒന്ന്, ഇതിനെ മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അർഹമായ പണം ലഭിക്കാനുള്ളത് വേണ്ട എന്ന് പറയലല്ല. അത് കൃത്യമായിട്ട് നിയമപരമായിട്ടും അല്ലാതെയും ജനകീയമായിട്ടുള്ള പ്രക്ഷോഭത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഞങ്ങൾ വെറുതെ പ്രചരണം നടത്തുന്നതായിരുന്നെങ്കിൽ സുപ്രീം കോടതി വരെ പോയില്ല. പ്രസംഗമല്ല, കണക്കുകൾ വെച്ച് കൃത്യമായ രേഖകൾ വെച്ചിട്ട് സുപ്രീം കോടതി കേസ് പോയി. സുപ്രീം കോടതി കേരളം പറയുന്നതിൽ കഴമ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ഭരണഘടനാ ബെഞ്ചിൽ വെച്ചിരിക്കുന്നത്. മറ്റു പല സ്റ്റേറ്റും ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് തരാനുള്ളത് തരണമെന്നുള്ളതിനകത്ത് നിയമപരമായും ഭരണപരമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിലപാടെടുക്കും. പിന്നെ ജനങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയും. ഇതൊരു വശത്തു കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറച്ചുകൂടി അവർ മറുപടി പറയാൻ ബാധ്യസ്ഥമാക്കും. അവരുടെ നിലപാടുകൾ ഇപ്പം ജനങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം
ഈ കേരളത്തിൽ നിലവിലുള്ള സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം 47,000 കോടി രൂപയായിരുന്നു നമ്മുടെ ടാക്സ് വരുമാനം 2021. നോൺ ടാക്സ് റവന്യൂ കൂടി ചേർത്ത് നികുതിയും നികുതിയിതര വരുമാനം കൂടെ ചേർത്ത് 54,000 കോടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് നല്ല വരുമാനമാണ്, കോവിഡ് സമയമായതുകൊണ്ട് കുറച്ച് കുറവ് വന്നു. ആ 54,000 കോടിയിൽ നിന്ന് ഈ 4 വർഷം തികഞ്ഞപ്പം ഈ സർക്കാർ 95,000 കോടിയിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി പോവാണെങ്കിൽ അടുത്തൊരു വർഷം കൂടി കഴിയുമ്പോഴത്തേക്ക് അത് 1,05,000 കോടിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരൊറ്റ നികുതിയും വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് അവകാശമില്ല. മദ്യം, പെട്രോൾ, ഡീസൽ ഇതിനാണല്ലോ ആകെ വർദ്ധിപ്പിക്കാവുന്നത്. പെട്രോളിനും ഡീസലിനും ഒരു രൂപ ഇടയ്ക്കൊരു സെസ് മേടിച്ചു, 500 കോടി രൂപ കിട്ടിക്കാണോ അതിന്. ഒരു മാസത്തെ പെൻഷൻ 1000 കോടിയാണ് ഏകദേശം. വളരെ പ്രമുഖരായ നേതാക്കന്മാർ ഈ പെട്രോളിനും ഡീസലിനും സെസ് മേടിച്ചു. അന്ന് അവർ പറഞ്ഞെന്താ, കർണാടകത്തിൽ വളരെ കുറവാണ്, ഇവിടെയാണ് കൂടുതൽ. കർണാടകത്തിൽ അതിനുശേഷം 3 പ്രാവശ്യം പെട്രോളിനും ഡീസലിനും കൂട്ടി. അന്ന് 9 രൂപ വരെ കേരളത്തിനേക്കാളും കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ 2 രൂപയ്ക്ക് അടുത്ത് മാത്രമേ കേരളത്തെക്കാളും കുറവുള്ളൂ. 3 പ്രാവശ്യം കർണാടകം വില കൂട്ടി. മദ്യത്തിൻ്റെ കൂട്ടി. നിങ്ങൾ മദ്യപിക്കുന്ന ആരോടും പരിചയക്കാർ കാണുമല്ലോ, ചോദിച്ചു നോക്കുക. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ബിവറേജസിൽ മദ്യത്തിൻ്റെ വില കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ടാക്സ് കൂട്ടിയിട്ടില്ല. വില മൈനറായിട്ട് വല്ലതും ഉണ്ടാവും, ടാക്സ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 500-600 കോടി രൂപ ആകെ ഇതിനിടയ്ക്ക് ഒരു കളക്ഷൻ വർദ്ധിപ്പിച്ചല്ലാതെ ഒരു കാര്യം തൊട്ടിട്ടില്ല. മനഃപൂർവ്വം തൊടാത്തതാണ്. കാരണം മദ്യത്തിൻ്റെ വില കൂട്ടിയാൽ മയക്കുമരുന്ന് കൂടുമെന്നുള്ള പ്രശ്നമുണ്ട്. പെട്രോളിന് ഒരു ലെവലിനപ്പുറം കൂട്ടാൻ പറ്റില്ല. അങ്ങനെ കൂട്ടാതെ, എന്നാൽ കർണാടകവും തമിഴ്നാടും ഇതിനിടയ്ക്ക് കൂട്ടി. ഇങ്ങനെ ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഈ 54,000 കോടിയിൽ നിന്ന് 95,000 എത്തിയത്? നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ വകുപ്പിൻ്റെ പ്രവർത്തനം എല്ലാം, എല്ലാ വകുപ്പുകളും മനുഷ്യരെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാതെ പച്ചക്കള്ളം, കല്ല് വെച്ച നുണ എന്ന് പറയുന്ന, ആരും വിശ്വസിക്കാത്ത കള്ളം പറഞ്ഞിട്ടൊന്നും എന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അവർ പറയുന്ന പോലെ കേരളത്തിന് അർഹമായത് കിട്ടണം. അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, LDF ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടല്ല. ഈ നാട്ടിലെ കോൺഗ്രസും BJPയും ലീഗും അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടേണ്ട അർഹമായ വിഹിതം ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന നികുതി തിരിച്ചത് എന്റെ അർഹമായ അവകാശം നമുക്കുണ്ട്, അത് കിട്ടണമെന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവ്. 2,500 പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന്. ഇനിയിപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. നിലവിൽ UDFന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുമോ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ എങ്ങനെയാണ് മറുപടി? അല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കാം. പക്ഷെ അവര് പെൻഷൻ തന്നെ കൊടുക്കുന്നില്ല എന്നൊരവസ്ഥയിലാണല്ലോ. 5 മാസക്കാലം പെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 5 മാസക്കാലമാണ്. 18 മാസക്കാലത്തിലെ പഴയ കണക്കല്ല, 5 മാസക്കാലം. അതിനകത്ത് 3 മാസക്കാലത്തെ കൊടുത്തു കഴിഞ്ഞു, ഇനി 2 മാസമുണ്ട്. ഇത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം നേരെ പകുതിയായി വെട്ടിക്കുറച്ചു. നിങ്ങളുടെ കൈയും കാലും കെട്ടിയിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് നീന്തണം എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ എത്ര അധികം, ഒരു 50,000 കോടി രൂപ ഒരു വർഷം എനിക്ക് ധനകാര്യമന്ത്രി എന്ന നിലയിൽ അധികമായിട്ട് ചെലവഴിക്കാൻ കിട്ടിയേനെ. 50,000 കോടി വേണ്ട, ഒരു 10,000-15,000 കോടി അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ബാധ്യതയും പിന്നെ നിലനിൽക്കില്ല ഒരു മേഖലയിലും. ഞാൻ പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെ കുറച്ച് DA കൊടുക്കാനുണ്ടെന്നൊക്കെ ഉള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത്രയും നമുക്ക് തരാനുള്ളത് തരുന്നില്ല. അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ ഇത്ര സർക്കാർ ജീവനക്കാർ, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നോക്കും, കേന്ദ്ര ഗവൺമെന്റ് 12 ലക്ഷം ആളുകളെ PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുന്നേ ഇല്ല. നമ്മുടെ AG's ഓഫീസ്, തിരുവനന്തപുരത്ത് AG's ഓഫീസിൽ ഉൾപ്പെടെ ചില വേക്കൻസികൾ ഇല്ലാതാക്കുന്നു. അതിനും പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. സ്കൂളുകളിലും കോളേജിലും ആളെ അപ്പോയിന്റ് ചെയ്യുന്നില്ല, യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഇവിടെ വരുമ്പോഴും PSC വഴി കൂടുതൽ ആളെ എടുക്കണമെന്ന് വെച്ചിട്ടാണല്ലോ നമ്മളെ ഉദ്യോഗാർത്ഥികൾ വരുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും PSC വഴി ആളുകളെ പുതുതായിട്ട് എടുക്കുന്നില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇതിനൊന്നും ആളെ എടുക്കേണ്ട എന്നുള്ളതാണ്. ഏകദേശം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇത് തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടു, ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ. അപ്പോ അങ്ങനൊരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താ? ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ചെലവാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. ഇതൊക്കെ ചെലവാക്കാതിരുന്നാൽ, പെൻഷൻ കൊടുക്കാതിരുന്നാൽ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ്. നമ്മൾ ആ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല, ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഭരണപരമായി ജനങ്ങൾക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കാതെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നതിന് പകുതി പണം കിട്ടാതിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഈ കൊടുക്കാനുള്ളത് കൂടുതൽ അഡ്വാൻസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യമുള്ളതിന്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്നാൽ ഇതെല്ലാം കൊടുത്തു തീർക്കുന്നുണ്ട്. ഈ കേന്ദ്രം ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി അവിടെ കേരള ഭവനിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്.
അവിടെ കാണുന്നു, സംസാരിക്കുന്നു, അവിടെ ഗവർണർ ഒപ്പം ഇരിക്കുന്നു. ആ ഘട്ടത്തിലൊന്നും സംസാരിച്ച് തീർക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയാണോ ഇത്? നിങ്ങൾ ഇന്റർവ്യൂവിന് എൻ്റെ അടുത്തും വരും, UDF നേതാക്കന്മാരുടെ അടുത്തും പോകും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നതാണോ? UDF പറയുന്നത് മാത്രം കേൾക്കുന്നവരാണോ? ഒരു പത്രപ്രവർത്തകന്റെ ലിമിറ്റേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഗവൺമെന്റ് BJP ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ. കേരളത്തിലിരിക്കുന്ന ഗവർണർ BJP പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ആ രാഷ്ട്രീയമുണ്ട്. ഭരണപരമായി നമുക്ക് പറയേണ്ട കാര്യങ്ങളുണ്ട്, അവരുമായിട്ടുള്ള ബന്ധമുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു നടപടിക്രമമുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് നടപടിക്രമമുണ്ട്, ആളുകൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം എന്ന് കാണുന്നത് ശരിയല്ല. രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ശക്തമായ നിലപാട് നമ്മൾ പറയാറുണ്ട്. ഗവർണറുടെ കാര്യത്തിനകത്ത് നേരത്തെയുള്ള ഗവർണർ എടുക്കുന്ന പല നിലപാടുകൾ, അതിനകത്ത് സുപ്രീം കോടതി ഉൾപ്പെടെ പലപ്പോഴും ഇടപെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ പറയുന്നുണ്ട്. അതുകൊണ്ട് ധനകാര്യമന്ത്രിയോട് ഞങ്ങൾ ഇക്കാര്യം സംസാരിക്കുക, അതൊരു കെർട്ടസി കോളാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു മര്യാദയ്ക്ക് ആ സമയം സാധാരണഗതിയിൽ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുന്നു. പക്ഷെ സംസ്ഥാനത്തിന് അവരോട് ആരുടെയും വ്യക്തിപരമായ ഒരു അകർച്ചയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിനകത്ത് അവിടെ വരുമ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ ഒപ്പിട്ട് മേടിക്കുന്നത് പോലല്ലോ കാര്യങ്ങൾ കാണുന്നത്. ആ ആറ്റിറ്റ്യൂഡ് പരസ്പര ബന്ധത്തിൽ മര്യാദയ്ക്ക് പെരുമാറുന്ന കാര്യത്തിനകത്ത് കേരളം എപ്പോഴും എല്ലാവരും ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം. പക്ഷെ അത് അവരുടെ പല സാമ്പത്തിക സമീപനങ്ങളും നയങ്ങളും നമ്മളോട് പറയാം ഇന്ന കണ്ടീഷൻ വെക്കണം. നമ്മൾ പലതിനകത്തും കൺസ്ട്രെയിൻഡ് ആണ്. ഇപ്പൊ PMC ഒപ്പ് വെച്ചിട്ടില്ല. അതിനകത്ത് നമ്മുടെ സിലബസ്, നമ്മുടെ പഠന രീതികളെല്ലാം ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ചെയ്താലെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട്. അത് പരസ്പരം ഇടപെടുന്നതിനകത്തും ഭരണപരമായ കാര്യങ്ങൾ സഹകരിക്കുന്നതിനകത്തും ഞങ്ങൾ നിങ്ങളോട് മിണ്ടത്തേയില്ല, നിങ്ങൾ വരുന്ന അങ്ങോട്ട് നോക്കത്തേയില്ല എന്ന് പറയുന്നത് നമ്മള് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളല്ലല്ലോ. നിലമ്പൂരില് തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലാണ്. അപ്പൊ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ LDF-നൊപ്പം ഉണ്ടായിരുന്നതാണ്. ഏതാണ്ട് ഈ കാലയളവിലാണ് PV അൻവർ LDF വിട്ടുപോകുന്നത്. അപ്പൊ PV അൻവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം സർക്കാരിനെതിരെയാണ്, പിണറായി സർക്കാരിനെതിരെ. പിണറായിസം എന്നൊരു വാക്ക് കൊണ്ടുവന്ന് അത് വ്യാപകമായി പ്രചരിപ്പിച്ച് ഒരു സ്ഥാനാർത്ഥിയായി മാറുന്ന സാഹചര്യമാണ്. LDF-ന് ഏതെങ്കിലും തരത്തിൽ ഈ PV അൻവറിന്റെ സാന്നിധ്യം, സ്ഥാനാർത്ഥിയായുള്ള സാന്നിധ്യം വെല്ലുവിളിയാകും? ശ്രീ PV അൻവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് 2 പ്രാവശ്യം ജയിച്ച സ്വതന്ത്രനാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടതെന്ന് അൻവറിന് അറിയുന്നില്ല, നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ യാതൊരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നതാത്ത കാര്യമാണ്. രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹം എടുത്ത നിലപാടറിയാലോ. ഞാനതൊന്നും പറയണ്ട. അദ്ദേഹം UDF-മായി സഹകരിച്ച് UDF-ആയിട്ട് പിന്നീട് തർക്കമുണ്ടായി, സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സമീപനം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അൻവറിന് തന്നെയാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതില്ല. കാര്യം എന്തെങ്കിലും വേണം, ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും പിണറായിസം എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ പിണറായിസം വേറെ UDF-ന്റെ ചില നേതാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. പിണറായിസം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നല്ല ചെയ്യുന്ന കാര്യങ്ങളുടെ നല്ല കാര്യങ്ങളാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതിപ്പോ ഈ നല്ല റോഡും നല്ല വികസനവും നല്ല ആശുപത്രികളും ലോകത്തെ ഏറ്റവും വലിയ വിഴിഞ്ഞം തുറമുഖം പോലുള്ള തുറമുഖം നടപ്പിലാക്കിയതും ജനങ്ങൾക്ക് സമാധാനവുമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കാൻ കഴിയുന്നതും, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റും മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് ജനം കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും സാധാരണക്കാരന് കിട്ടുന്ന സാമൂഹ്യക്ഷേമ പെൻഷനും ചികിത്സാ സഹായവും ഉൾപ്പെടെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള റിസർച്ചും ഗവേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലും അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്പാദനവും ഒക്കെ നടക്കുന്നൊരു എക്കണോമിയായി കേരളത്തിലെ എക്കണോമി ശക്തിപ്പെട്ട് മുന്നോട്ട് പോവാണ്. കേരളത്തിലെ ജീവിതം ശക്തിപ്പെട്ട് മുന്നോട്ട് പോവാണ്. അതിനകത്ത് സ്വതന്ത്രനായി വന്ന് ഇവിടുത്തെ പിന്തുണച്ച ജനങ്ങളുടെ മൊത്തം വിശ്വാസത്തെ തകർത്തുകൊണ്ട് അനാവശ്യമായി തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയും എന്തൊക്കെയോ രാഷ്ട്രീയമില്ലാതെ നാട്ടുകാരെ തന്നെ വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അൻവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധ പഞ്ചാംഗം പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ ഒരു രാഷ്ട്രീയമില്ല. പറഞ്ഞത് നേരത്തെ ചെയ്ത ഓരോ സ്റ്റെപ്പും തെറ്റിപ്പോയി എന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷനോടുകൂടി അടുത്ത സ്റ്റെപ്പ് എടുക്കുന്ന തരത്തിലേക്കാണ് അൻവറിന്റെ സമീപനം കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ. ഏതായാലും ഇടതുപക്ഷം അദ്ദേഹത്തിനോട് നീതി കാണിച്ചില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നതേ ഇല്ല. വ്യക്തി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ നാട്ടിലെ ജനങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറിയില്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയാൻ അദ്ദേഹത്തിന് നല്ല UDF-നും പറ്റില്ല. പിന്നെ എന്തിനാണ് ചെയ്തതിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്വരാജ് വളരെ നല്ല സ്ഥാനാർത്ഥിയാണെന്നും ഏറ്റവും മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നും
ഈ നിലമ്പൂരിന് വലിയ പുരോഗതി കൊണ്ടുവരാൻ പറ്റുന്ന കേരളത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളാണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് UDF പ്രചരണത്തിനോ അതിനോട് ചേർന്ന് നിന്നുള്ള അൻവറിന്റെ പ്രചരണത്തിനോ വലിയ അടിസ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ സാമ്പത്തിക ഞെരുക്കത്തെ കുറിച്ച് പറയുമ്പോൾ BJP നേതാക്കന്മാരുടെ ഒരു മറുപടി ഉണ്ട്. കേരളം പറയുന്നത് എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെ ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള സർക്കാരിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, പിന്നാക്ക സംസ്ഥാനങ്ങളുണ്ട്, അവർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനം എന്നുള്ളത് വെറും പൊങ്ങച്ചമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം പൊങ്ങച്ചമല്ല, ഒന്നാം സ്ഥാനം അഭിമാനമാണ്. അഭിമാനം ആയി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം നല്ല സ്കൂളുണ്ട്. ഇപ്പൊ കേന്ദ്രം പറയുന്നത് നിങ്ങൾക്ക് ശുചിമുറികൾക്ക് വേണ്ടി പണം തരാം. അപ്പൊ നമ്മുടെ ഇവിടെ ശുചിമുറിയുടെ കുറവില്ല. വീടുകളിൽ ഒരു ശുചിമുറിയല്ല, ഓരോ ബെഡ്റൂമിലും ശുചിമുറി വേണമെന്നുള്ള അമിതമായ ഇത്തരം സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അടിസ്ഥാന സൗകര്യമുണ്ട്, വികസനമുണ്ട്. അപ്പൊ ശുചിമുറിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടുന്നില്ല. സ്കൂളിൽ ക്ലാസ് മുറി പണിയാൻ തരാം. നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുറികൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഏറ്റവും സൗകര്യമുണ്ട്. റോഡുകൾക്കും മറ്റു കാര്യങ്ങൾക്കും അവർ പറയുന്ന സ്റ്റാൻഡേർഡിനേക്കാളും നമുക്ക് അധികം പലതും വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ കാര്യം അപ്പൊ അവര് പറയുന്നതിനപ്പുറം അവർ നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നല്ലതായല്ലോ, അപ്പോ ഞങ്ങൾ ഇനി ബാക്കിയുള്ളവരെയും കൂടെ നല്ലതാക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അതൊരു രാജ്യത്ത് പറ്റുമോ? നമുക്ക് നമ്മൾ നേരിടുന്ന ഇഷ്യൂസ് എന്താ? സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് ആണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാൻ കഴിയില്ല, അതിനപ്പുറത്തേക്കാണ് കാര്യം. നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഒന്ന് ജീറിയാട്രിക്സ് ആണ്. ഇന്ത്യയിലെ ആവറേജ് പ്രായം നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ശരാശരി ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ഏജോ മരണത്തിന്റെ ഒരു ആവറേജ് ആയുസിന്റെ നിരക്ക് നോക്കുമ്പോൾ അതിനേക്കാളും 10 വർഷം കൂടുതൽ നമുക്ക്. അപ്പൊ ജീറിയാട്രിക് ഇഷ്യൂസ് നമുക്ക് പരിഗണിക്കണം. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ഫോറസ്റ്റ്, നമ്മുടെ കലാമിറ്റീസ് അത് വേറെ പ്രശ്നമാണ്. കടലും കാടും ഒരേപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട് നമുക്ക്. നമ്മൾ വലിയ തോതിൽ പ്രവാസികളുടെ ഒരു സംസ്ഥാനമാണ്. പ്രവാസികളെ ഇവരെ പഠിപ്പിച്ച് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സംസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ് വിദേശ നാണ്യം. കേരളത്തിലേക്ക് വരുന്നതാണെങ്കിലും വിദേശ നാണ്യം എന്ന നിലയിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന് സഹായിക്കുന്നതാണ്. ഏറ്റവും വലിയ തുകയാണ് കിട്ടുന്നത്. ഇന്ത്യയിലാകെ വരുന്ന വിദേശ പണത്തിന്റെ നല്ലൊരു ഭാഗം നമ്മുടെയാണ്. അപ്പൊ അത് സാധാരണ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കശുവണ്ടിയോ കയറോ പിന്നെ ഇരുമ്പോ മീനോ അല്ലെങ്കിൽ എന്ത് സാധനമോ കയറ്റി അയച്ചാൽ എക്സ്പോർട്ട് പ്രൊമോഷൻ ഒരു പെർസെന്റേജ് ഉണ്ട്. വാസ്തവത്തിൽ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് നേടിത്തരുന്നതിനാണ് ഒരു ചെറിയ പെർസെന്റേജ് ഇൻസെന്റീവ് കൊടുക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിന് പൊതുവിൽ എഡ്യൂക്കേഷനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് തരേണ്ടതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തരുന്നില്ല. അവർ പറയുന്നത് എന്താ? കേരളത്തിലെ BJP നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിലെ ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അപ്പുറത്ത് അതിദാരിദ്ര്യമുള്ള ആളുകളുണ്ട്, അവരുടെ ദാരിദ്ര്യം മാറിയിട്ട് കേരളത്തിൽ തരാമെന്നാണ്. അപ്പൊ നമ്മളിനി ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടേ നമുക്ക് തരത്തുള്ളൂ. ഈ കേരളത്തിന് വേണ്ടിയിട്ടോ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ പറയാനുള്ള ഒരു ആത്മാർത്ഥത വേണ്ടേ BJP നേതാക്കന്മാർക്ക്? നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കേരളം കടത്തി മുങ്ങിക്കൊണ്ടിരിക്കുക, കടം മേടിക്കാൻ വേണ്ടിയിട്ടൊരു ഗവൺമെന്റ് ആണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പുതുതായിട്ട് ചാർജ് ഏറ്റെടുത്തിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ദിവസം കൃത്യമായ കണക്കുകൾ വെച്ചിട്ടൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. കേരളത്തിൽ ഫോർബ്സ് മാഗസിന്റെ ലേറ്റസ്റ്റ് പഠനം വന്നപ്പോൾ കേരളം ഇന്ത്യയിൽ ആകെയുള്ള സംസ്ഥാനങ്ങളുടെ കടത്തിൽ 16ാം സ്ഥാനമേ ഉള്ളൂ. കേരളം ഫോർബ്സ് മാഗസിൻ ഒരു പ്രധാനപ്പെട്ട ഈ എക്കണോമിക് ഫൈനാൻഷ്യൽ മാഗസിൻ ആണല്ലോ, 16ാം സ്ഥാനമേ ഉള്ളൂ. കഴിഞ്ഞ 30 വർഷക്കാലത്തെ കണക്കെടുത്തു ഞാൻ. ശ്രീ K കരുണാകരനും പിന്നെ EK നായനാരും ഉമ്മൻചാണ്ടിയും VS-ഉം ഒന്നാം പിണറായി സർക്കാരും എല്ലാം ഉള്ള ആ സമയത്തെ ഭരണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഓരോ 5 വർഷം കടത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഓരോ 5 വർഷം കഴിയുമ്പോഴും കടം ഒരു 90% അല്ലെ 100% ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. അങ്ങനെ വർദ്ധിക്കുമ്പം വരുമാനം വർദ്ധിക്കും, സ്റ്റേറ്റിന്റെ വരുമാനം വർദ്ധിക്കും, കടവും വർദ്ധിക്കും. നിങ്ങൾ കടമെടുക്കാൻ പോകുമ്പോൾ 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് കിട്ടുന്ന കടമല്ല 1,00,000 രൂപക്കുള്ളവർക്ക് കിട്ടുന്നത്. 30,000 രൂപ ശമ്പളമുള്ള അതിന് കുറയും. അപ്പൊ അതനുസരിച്ചിട്ടാണ് കടത്തിന്റെ പരിധി വർദ്ധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് കടം എടുക്കാൻ അനുവദിച്ചുള്ള ഈ സമയത്താണ്. അപ്പോൾ ഒന്നാമത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ 80,000 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു VS-ൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേൾക്കുമ്പോൾ. അത് 1,56,000 കോടിയായിരുന്നു അവരുടെ അവസാന വർഷം. 1,56,000 കോടി കടമുള്ളിടത്തുനിന്നാണ് തോമസ് ഐസക്കും ധനകാര്യമന്ത്രിയായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം വരുമ്പം ആ 1,56,000 എന്നുള്ളത് 2,96,000 ആയി എന്നാണ് എനിക്ക് ഓർമ്മ. അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിന്റെ അവസാന കാലം 5 വർഷം ആകുമ്പോൾ അത് 6 ലക്ഷം കോടിയോ 5,90,000 കോടിയോ ആവണം. സാധാരണ കണക്കാണ്. ഇത് ഒരു അപ്പർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാവാവുന്ന കണക്കാണ്. പക്ഷേ ഈ വർഷം കഴിഞ്ഞ വർഷം വരെ വന്നപ്പോൾ അത് 4,22,000 കോടി ആയിട്ടുള്ളൂ. ഈ വർഷം കൂടെ വന്നാൽ അത് 4,65,000 കോടിയാവും. അപ്പം മുൻപ് 30 വർഷക്കാലമുള്ള ഗവൺമെന്റുകൾക്ക് എടുക്കാൻ അനുവദിച്ച കടത്തിന്റെ പരിധി അനുസരിച്ചാണെങ്കിൽ ഈ ഗവൺമെന്റിന് ധനകാര്യമന്ത്രി എന്ന നിലയിലേക്ക് ഈ വകുപ്പിന് 1,35,000 കോടി കൂടി എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് തരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 25,000 കോടി രൂപയെങ്കിലും മിനിമം കടമെടുക്കാവുന്ന പരിധിയും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ
ടാക്സ് തരില്ല, കടമെടുത്ത് തിരിച്ചടയ്ക്കുന്ന പദ്ധതി തരില്ല, എല്ലാം തരാതിരിക്കുന്ന ഒരു ഗവൺമെന്റിന് തരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഇവിടെ കടമെടുത്തിട്ട് അങ്ങ് മുടിയാൻ ശ്രമിക്കാന്ന്. കടമെടുത്തിട്ടൊന്നും മുടിയാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു രൂപ നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് തരാതിരുന്നിട്ടും ലോകത്തെ ഏറ്റവും വലിയ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം ഈ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി തൻ്റെടത്തോടുകൂടി പൂർത്തിയാക്കിയ ഗവൺമെന്റാണ് പിണറായി സർക്കാർ, LDF സർക്കാർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സർക്കാരാണിത്. ഇവർ പറയുന്നതൊന്നും ജനം അങ്ങനെ വിശ്വസിക്കില്ല. ഇന്നിപ്പോൾ കേരളത്തിലാകെ വരുന്നൊരു വലിയ മാറ്റത്തിന്റെ ചാലകശക്തിയായിട്ട് വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ വരിക. പക്ഷെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആവശ്യമില്ലാത്ത തർക്കത്തിനൊന്നുമില്ല. ഭരണപരമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സഹകരിക്കുന്ന സമീപനം തന്നെ ഞങ്ങളുടെ. പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിക്കാനായിട്ട് വന്നത് വിഴിഞ്ഞം. അല്ല, അതൊരു ചോദ്യം. കേന്ദ്രവും ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞം അതൊക്കെ ഈ അന്തർദേശീയമായ ബന്ധങ്ങളാണ്. കാരണം കസ്റ്റംസ്, എക്സൈസ്, ലോകബന്ധങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഭരണപരമായ കാര്യങ്ങൾ അവിടെ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇങ്ങനെ തരണം. അത് ആവശ്യപ്പെടുമ്പോൾ തന്നെ പരസ്പരം വൈരാഗ്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനല്ല. അതേസമയം രാഷ്ട്രീയമായ നിലപാടിനകത്ത് അതിശക്തമായ നിലപാട് ഞങ്ങൾ പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായി സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന ആളും നേതാക്കന്മാരും തെറ്റായ കാര്യങ്ങൾ പറയാനും സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് ഒരു ബലം കൊടുക്കാനും ശ്രമിക്കുന്നു എന്നുള്ള പോയിന്റാണ്. പക്ഷെ അവരുടെ മറ്റൊരു വാദം കൂടി പറയുന്നത്, ഇപ്പോൾ കേന്ദ്രത്തിന്റെ പദ്ധതി ദേശീയപാത, അതിന് സംസ്ഥാനത്തിന് പണം കിട്ടുന്നുണ്ട്. ജൽജീവൻ മിഷൻ അതിന്റെ പണം 60% തരുന്നുണ്ട്. ഇതൊക്കെ കേന്ദ്രത്തിന്റെ പദ്ധതികളാണല്ലോ കേരളത്തിൽ കിട്ടുന്നത്. ചില പദ്ധതികളാണെങ്കിൽ കേരളം നടപ്പാക്കുന്നില്ല. ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി അത് നമ്മളിവിടെ നടപ്പാക്കുന്നില്ല. കാരുണ്യ പോലുള്ള ഈ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി അതും 40% കേരളം കൊടുക്കാത്തതൊന്നും നടപ്പാക്കുന്നില്ല. കേരളത്തിന് ആവശ്യം തെറ്റാണ് ആ പറഞ്ഞ അങ്ങനെ അവർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, നാഷണൽ ഹൈവേയുടെ പദ്ധതി കേരളം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും നാഷണൽ ഹൈവേ നടപ്പിലാക്കുന്ന പോലെ കേരളത്തിൽ നടപ്പിലാക്കുന്നുള്ളൂ. കേരളത്തോടൊരു വ്യതിയാനം അവർ കാണിച്ചിട്ടുണ്ട്, വേറെ കൃത്യം അവർ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും നാഷണൽ ഹൈവേ നടപ്പിലാക്കുമ്പോൾ അതിന്റെ 100% പണവും കേന്ദ്രമാണ് മുടക്കുന്നത്. 100% പണം മുടക്കുന്നു. ഈ NHAI പണിയുന്ന റോഡുകൾ ഫ്രീ റോഡല്ല, എല്ലാം ടോൾ റോഡാണ്. ടോള് മേടിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി പണിയുന്ന റോഡുകളാണ്. കേരളത്തിൽ മാത്രം നിങ്ങളുടെ ഭൂമിക്ക് വില കൂടുതലാണെന്നുള്ളത് കൊണ്ട് ആകെ വരുന്ന ഭൂമിയുടെ ചെലവിന്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നു. കേരളത്തോട് മാത്രമാണത്. 6000-ഓളം കോടി രൂപയാണ് കാസർഗോഡ്, തിരുവനന്തപുരം, പാറശാല നാഷണൽ ഹൈവേക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുത്തത്. അതിനും ടോൾ അവരാ പിരിക്കുന്നത്. ഈ 6000 കോടി കൊടുത്തു. ഞാൻ മന്ത്രിയായ ശേഷം ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ഇതിന്റെ ഒരു ഭാഗം നോക്കട്ടാ, അതിന്റെ അല്ല ഇവര് പിരിക്കുന്നല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനായിട്ട് ഞങ്ങൾ ഇത്രേ പറഞ്ഞു, അതിനായിട്ട് ഞങ്ങൾ കടമെടുത്തതാണ്. നിങ്ങൾ ആ കടം ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ടാ ഞങ്ങൾ എടുത്ത് തരുമല്ലേ. നിങ്ങളാണല്ലോ ഇത് വെച്ച് ടോൾ പിരിച്ചിട്ട് പണമെല്ലാം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആ കടമെടുക്കുന്നത് ഞങ്ങളുടെ ദൈനംദിന ചെലവിന് ഇവിടുത്തെ ആളുകളുടെ ഇവിടുത്തെ റോഡ് പണിയാനും ഇവിടുത്തെ സ്കൂൾ പണിയാനും ആശുപത്രി കാര്യത്തിനും ചെലവാക്കുന്ന പണത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് റോഡ് പണിയാൻ സ്ഥലം തരേണ്ടത്. അതുപോലും നമുക്ക് അവരനുവദിച്ചില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ പൈപ്പ് ജലജീവൻ മിഷനകത്ത് 50% പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ CSS സ്കീമും സെൻട്രൽ ഗവൺമെന്റ് സ്കീം അതാണ്. ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടിരുന്നതല്ല, കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പണത്തിന്റെ ഭാഗമാണ്. അതിൽ തന്നെ അതെല്ലാം കണക്കൂട്ടിയാലും ഇനിയും ഒരു വർഷം 40,000-40,000 കോടി രൂപ തരാനുണ്ട്. ഇതെല്ലാം കണക്കാക്കിയാലും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന പണത്തിൻ്റെയാണ്, അതല്ലാതെ ഒരാളുടെയും കുടുംബസ്വത്തല്ല. ഞാൻ കേരളത്തിൽ ചെയ്യുന്നത് എൻ്റെ കുടുംബസ്വത്തല്ല, അവർ ചെയ്യുന്നതല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ പണം പിരിച്ചുകൊണ്ട് പോയിട്ട് തരാനുള്ളതാണ്. അതിനകത്തൊന്നും BJPക്ക് പറയാൻ അവകാശമില്ല. ഇതൊന്നും കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് 75 വയസ്സ് കഴിഞ്ഞവരുടെ ഒരു പെൻഷൻ പദ്ധതിയും അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കാതില്ല, നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ കാരുണ്യ പദ്ധതി ഉൾപ്പെടെ അവർ കൊടുക്കുന്ന പണത്തിന്, അവർ തരുന്ന പണത്തിന് ആരും ഇൻഷുറൻസ് കമ്പനിയൊന്നും ചെയ്യാൻ തയ്യാറല്ല. 100-700 രൂപ ഒരു രോഗിക്ക് ഒരു വർഷത്തേക്ക് തരുന്നത്. നമ്മൾ അത് അഷുറൻസ് പദ്ധതിയാക്കി അത് മുഴുവൻ കൊടുക്കുകയാണ്. അവർ പറയുന്ന കണക്കനുസരിച്ചിട്ട് ആകെ പിന്നെ അവരുടെ കണക്കനുസരിച്ച് 100-200 കോടിയേ അതിനകത്ത് ആകെ കിട്ടുന്നുള്ളൂ. അറിയോ? അല്ല, അവരുടെ കണക്കനുസരിച്ച് അതിൽ താഴെ വരത്തുള്ളൂ, 150 കോടി താഴെ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ബാക്കി കൂടെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പെൻഷൻ പദ്ധതി നമ്മൾ 11,000 കോടി രൂപ ഒരു വർഷം ചെലവാക്കുന്നതിനകത്ത് കേന്ദ്രം തരുന്നുണ്ട് 250 കോടി രൂപ. ഈ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 250 കോടി രൂപ. 11,000 കോടി നമ്മളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ 300 രൂപ അതിനകത്തൊരു 4-5 ലക്ഷം പേർക്കേ തരുന്നുള്ളൂ, ആകെ 60 ലക്ഷം പേര്. അപ്പൊ ഈ പറയുന്നതെല്ലാം ഓരോന്നും ഇപ്പൊ കേന്ദ്രം ഒരു കാര്യം പറയുമ്പോൾ ഓരോന്നിന്റെ പുറകെ നടന്ന് ഇങ്ങനെ പറയുക എന്നുള്ളത് നമുക്ക് ഔചിത്യമല്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അവരെന്തൊക്കെയോ തെറ്റിദ്ധാരണാജനകമായ കാര്യം പറയുകയാണ്. ഫലത്തിൽ ഞാൻ പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പ്രീഫേസിലെ ആദ്യത്തെ പേജിൽ പറഞ്ഞത്, നമ്മുടെ കേന്ദ്രം ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞത്, ഞങ്ങൾ ആകെയുള്ള തുകയിൽ 25 ലക്ഷം കോടി രൂപ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നു. ഈ വർഷം ഞങ്ങൾ അഡീഷണൽ ആയിട്ട് 5 ലക്ഷം കോടി രൂപ കൊടുക്കുന്നു. 5 ലക്ഷം കോടി രൂപ കേരളത്തിന് കൊടുത്താൽ 13, 15, 15,000 കോടി രൂപ കേരളത്തിന് അധികം കിട്ടണം. നമുക്ക് 5,000 കോടി പോലും കിട്ടിയില്ല.
25 ലക്ഷം കോടി രൂപ ഇന്ത്യയിലാകെ കൊടുക്കുമ്പോൾ നമുക്ക് 75,000 കോടി കിട്ടണം. നമുക്ക് 35,000 40,000 കോടി പോലും കിട്ടുന്നില്ല. അത്രയും വ്യത്യാസം ഞാൻ കണക്ക് വെച്ചാണ് പറയുന്നത്. ഞാനല്ലാതെ ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിയൊന്നും നടത്തുമല്ല. ഞാൻ ഈ കണക്ക് വെച്ച് ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിന് അർഹമായ പണം തരുന്നില്ല, തരേണ്ടതാണ്. കുറച്ചൊക്കെ മറ്റ് സ്റ്റേറ്റിനും എടുക്കേണ്ടി വരും. കാരണം കേരളത്തിന് അർഹമായ മുഴുവൻ ഇങ്ങനെ തരണ്ട. എല്ലാ സ്റ്റേറ്റിനും ഒക്കെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ദാരിദ്ര്യാവസ്ഥയുള്ള സ്റ്റേറ്റുകളുണ്ട്, ബുദ്ധിമുട്ടുള്ള മേഖലകളുണ്ട്, കൊടുക്കണം. പക്ഷെ കുറച്ചുകൂടി അർഹമായത് തരണ്ടേ? ആ തരാതിരുന്നിട്ട് പിന്നെ അങ്ങനൊരു സമീപനം എടുക്കുമ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ അതിനെ അനുകൂലിക്കാൻ വേണ്ടിയുള്ള സമീപനമാണോ പറയേണ്ടത്? ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വലിയ വിവാദങ്ങൾക്ക് ഒഴിവിച്ചിരിക്കുകയാണ്. UDF-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും സമാന നിലപാടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തവണ അത് LDF വലിയ വിമർശനത്തിന് കാരണമായത് എടുക്കാൻ കാരണം? ഇത്തവണ മാത്രമല്ല, നേരത്തെയും ഈ കോൺഗ്രസ് പാർട്ടി UDF-ഉം എടുക്കുന്ന സമീപനത്തെപ്പറ്റി ശക്തമായ വിമർശനം ഇടതുപക്ഷ മുന്നണി CPM-ഉം ഇടതുപക്ഷ മുന്നണിയും പറഞ്ഞിട്ടുണ്ട്. അത് ഒളിച്ചും മറച്ചോ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് പരസ്യമായിട്ട് വന്നു എന്നുള്ളതാണല്ലോ ഇപ്രാവശ്യത്തെ പ്രത്യേകത. ഇപ്പോൾ ഒരു ഒളിച്ചുള്ള ഒരു ബന്ധമൊന്നും അല്ല, നേരിട്ട് തന്നെ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വന്നെന്നുള്ള വാർത്തയാണല്ലോ. അത്തരൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പറഞ്ഞത്. നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളതാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് അങ്ങനെ അവരുടെ ഒന്ന് തോളെ കൈയിടുന്ന സമയം ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. 2019 മുമ്പ് പല തെരഞ്ഞെടുപ്പിന് അവർ ഒറ്റപ്പെട്ട പൊതുവിൽ ഈ പാർട്ടികളുടെയൊക്കെ സമീപനം അറിഞ്ഞുകൊണ്ട് തന്നെ പച്ചയായ വർഗീയ രാഷ്ട്രീയം എടുക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയോടെയും ഞങ്ങൾ എത്രയോ കാലമായിട്ട് ആ സമീപനം സ്വീകരിക്കുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടകരമാണെന്നുള്ള കാര്യം അതിശക്തമായി പറയുന്ന ഒരു പാർട്ടി കൂടിയാണല്ലോ. നേരത്തെ വോട്ട് വാങ്ങിയതിൽ, സഖ്യമുണ്ടാക്കിയതിൽ ഇന്ന് നിലപാട് മാറ്റുമ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങിയിരുന്നു, അത് തെറ്റായി പോയി. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് മാറ്റത്തെ കുറിച്ച് സംസാരിക്കാതെ ഇപ്പൊ UDF വാങ്ങുന്നതിന് മാത്രമേ അങ്ങനെ ചെയ്തെങ്കിലല്ലേ പറയേണ്ടത്. നിങ്ങൾ പറയുന്ന പോലെ പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണല്ലോ പറയേണ്ടത്. അങ്ങനെ ഒരു കാലത്തും അത്തരം പാർട്ടി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒരു സാധാരണ ഒരു മതനിരപേക്ഷ മുന്നണിയോടെ സഹകരിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഏത് ഘട്ടത്തിലും അതില്ല. പഞ്ചായത്ത് തലത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ നിലപാട് എന്ന നിലയിൽ അങ്ങനെ ഒരു സമീപനമോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇവിടെയുള്ള NDA സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് UDF കേന്ദ്രങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണം, NDA സ്ഥാനാർത്ഥി LDF-ന് വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക. അത് UDF-ന് അനുകൂലമായി എപ്പോഴും ലഭിക്കുന്ന വോട്ടുകളാണ്, അത് സമാഹരിക്കുന്നു. BJP-യുടെ കേഡർ വോട്ടുകൾ ഇങ്ങ് LDF-ന് മറച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു രഹസ്യ ഭാന്തവും ഉണ്ടെന്നുള്ള ആക്ഷേപം ഈ പ്രചാരണത്തിനിടയിൽ UDF ഉന്നയിച്ചു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നിങ്ങളോടൊക്കെ പറയുന്ന എൻ്റെ ഭാഗമായി പറയുന്നതായിരിക്കും. എന്തായാലും ഈ BJP LDF-നെ സഹായിക്കാനായിട്ട് എവിടെങ്കിലും നിൽക്കുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJP എപ്പോഴും ചെയ്യുന്നത് UDF-നെ പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന നിലപാട് തന്നെയാണ് എടുക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഒരു തരത്തിലും സഹകരിക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ BJP-യുടെ നിലപാടുകളെ ഏറ്റവും ശക്തമായിട്ട് എപ്പോഴും എതിർത്ത് പറയുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നണിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതുപോലെ മറ്റ് നേതാക്കന്മാർ, LDF-ന്റെ നേതാക്കന്മാർ എല്ലാവരും പറയുമ്പോൾ BJP-യുടെ നിലപാടിനെ പറ്റി അത്ര ശക്തമായിട്ടാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ അന്തർദേശീയ നിലപാടുകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേരളത്തിലെ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, അതെല്ലാം ഉൾപ്പെടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് BJP-യുടെ സമീപനത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതിന് നമുക്ക് ആർക്കും തർക്കം. ഇറാനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ അതിന് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് പലസ്തീനെ കുറിച്ചുള്ള ഓർമ്മ മുഖ്യമന്ത്രിക്കും CPM-നും ഉണ്ടാകുന്നതെന്നാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഓർക്കാത്തതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മയെ പ്രതിപക്ഷ നേതാവല്ല ആര് ചോദ്യം ചെയ്താലും ശരിയാവില്ല. കേരളത്തിലെ ഇടതുപക്ഷം, ഇന്ത്യൻ ഇടതുപക്ഷം ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന നിലപാട് എങ്ങനെയാണെന്നുള്ളത് ചരിത്രം നോക്കിയാൽ മതി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായാലും ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യനെ എവിടെയായാലും മനുഷ്യന് നേരെ അക്രമം നടക്കുന്ന കാര്യം ശരിയല്ല എന്ന് പറയുന്നവരാണ്. അതൊരു മാനവികതയുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ പറയുന്നത് പോലെ അല്ല, ഏത് സമയത്തും ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഈ മനുഷ്യരാശിയെ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന നിലപാടുകൾക്കെതിരാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ ലോകത്തെ ദുരിതത്തിലാക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മളിൽ ആശങ്കപ്പെടുന്നത്. അതിനെതിരായിട്ട് അതിശക്തമായ നിലപാടാണ്. യുദ്ധത്തിനെതിരായി
സമാധാനത്തിന് വേണ്ടി അതിശക്തമായ നിലപാടെടുക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് മാത്രമല്ല മനുഷ്യസ്നേഹികളായ എല്ലാവരും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. മിസ്റ്റർ നിലമ്പൂരിൽ UDF വേണ്ടി പ്രചരണം നടത്താൻ എത്തിയവരിൽ ആശാ വർക്കർമാരുണ്ടായിരുന്നു. ഈ ആശാ വർക്കർമാർ ഇപ്പോഴും സമരത്തിലാണ്. അവർ പറയുന്നത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോടാണ് ഓണറേറിയം ചോദിക്കുന്നത്. അത് തരാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്, അവർക്കാണ് അതിനുള്ള ബാധ്യതയുള്ളത്. കാരണം സംസ്ഥാന സർക്കാരാണ് ആശാ വർക്കർമാർക്ക് കൂടുതൽ ജോലി ഏൽപ്പിച്ചു കൊടുത്തത്. കേന്ദ്രം കൊടുക്കുന്ന സമയത്ത് അവർക്ക് മറ്റു ജോലികൾ ചെയ്യാമായിരുന്നു, വളരെ ചുരുക്ക സമയം അതിൽ ചെലവാക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ സംസ്ഥാന സർക്കാർ കൂടുതൽ ജോലി കൊടുക്കുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാനിന്ന് രാവിലെ ആശാ വർക്കർമാരുടെ തന്നെ ഒരു കൺവെൻഷനാണ് പങ്കെടുത്തത്. ആശാ വർക്കർമാർ സ്വരാജിന് വേണ്ടി വോട്ട് ശേഖരിക്കാനായി, വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് അവരുടെ വലിയ കൺവെൻഷൻ നടന്നിരുന്നു. ഓരോ പ്രദേശത്തും അവർ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ സമരം ചെയ്ത ഒരു വിഭാഗം ആളുകൾ, അവരുടെ നമ്പറൊന്നും വളരെ ചെറിയ നമ്പറാണെന്ന് നിങ്ങൾക്കറിയാം. ആ സമരത്തിനകത്ത് അവർ ഉയർത്തിയ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട്, സത്യസന്ധമായൊരു ആത്മാർത്ഥമായ സമീപനം ഇല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അല്ല തരേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് അല്ല തരേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ആ സമരത്തിൻ്റെ ആത്മാർത്ഥത സംശയാസ്പദമാണല്ലോ. കാരണം 1500 രൂപയിൽ താഴെ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്. ഇവിടെ ഇപ്പോൾ 7000 രൂപ മുതൽ 13000 രൂപ വരെ കിട്ടുന്നു എന്നുള്ളതെല്ലാം അറിയാം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാളും അഷ്വേർഡ് ആയിട്ടുള്ള ഒരു അലവൻസ് കിട്ടുന്നത് ഇവിടെയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതിനെയൊക്കെ വെറും അലവൻസ് ആയിട്ട് മാത്രം, വോളണ്ടിയർക്കായിട്ട് മാത്രം കാണുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സംസ്ഥാനം ഇനി കൊടുക്കണം, മറ്റവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ടെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ഒരു പിന്നെ കേന്ദ്രത്തിനെ സംരക്ഷിക്കാനാണ്. 700 രൂപ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞതും ഞാൻ വന്നതിന് ശേഷം തന്നെ ഈ മേഖലയിലൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം, മാനിഫെസ്റ്റോ കഴിഞ്ഞാണല്ലോ ഞാൻ വന്നതിന് ശേഷം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വെട്ടിക്കുറവുകളും ആ സമയത്ത് വരുമ്പോഴും ഞാൻ വന്നതിന് ശേഷവും, അല്ലെങ്കിൽ ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം എനിക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പല മേഖലയിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മേഖലയെല്ലാം ആശാ സഹോദരിമാരായാലും എല്ലാ മേഖലയിലും ഇതുപോലുള്ള സ്കീം വർക്കേഴ്സ് ഉണ്ട്. 1 ലക്ഷത്തോളം വരുന്ന പലതരത്തിലുള്ള സ്കീം വർക്കേഴ്സ് കാണും, വെറും കാഷ്വലല്ലാതെ. കഴിഞ്ഞ 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങുകളിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, പറ്റാവുന്ന എല്ലാ വേദികളും പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതവർ ചെയ്യുന്നില്ല, അത് പറയാൻ തയ്യാറല്ല. നിങ്ങൾ തന്നാ മതി, അവർ തരണ്ട. അവർക്ക് കൂടുതൽ വർക്ക് ലോഡ് കൊടുക്കുന്നത് അങ്ങനെയല്ല, ആ പറയുന്നതിനകത്ത് കാര്യമില്ല. വർക്ക് ലോഡ് കൊടുക്കുന്നതിനകത്തൊന്നും അങ്ങനെ അമിതമായി കൊടുക്കുന്നില്ല. ഏതെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ വർക്ക് ലോഡ് കൊടുക്കുന്നത് എനിക്കറിയില്ല. അവർക്ക് നിയതമായ ചില കാര്യങ്ങൾ ഉത്തരവാദിത്വം ഉണ്ടാക്കാനും അവർ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ധാരണ. അതിനകത്ത് ഇവിടെ അവരുടെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു, വലിയ സോഷ്യൽ മീഡിയ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പങ്കെടുത്ത കൺവെൻഷൻ തന്നെ അതിനേക്കാൾ എത്രയോ അധികം ആശാ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ആശാ വർക്കേഴ്സിന് അറിയാം ഈ ഗവൺമെന്റ് അല്ലാതെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം മനസ്സിലാക്കുന്നവരാണ് ആശാ വർക്കേഴ്സ്. അവർ ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ പ്രക്ഷോഭങ്ങൾക്ക് പോകാറുണ്ട്. ഓരോ സംസ്ഥാനം വലിയ ആശാ വർക്കേഴ്സിന്റെ മൂവ്മെന്റുള്ള സംസ്ഥാനങ്ങളുണ്ട്. കേരളമുണ്ട്, കർണാടകം, തമിഴ്നാട്, ഹരിയാന. അപ്പോൾ അവിടെയൊക്കെ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അംഗീകാരം കിട്ടുന്നതും ആനുകൂല്യങ്ങൾ കിട്ടുന്നതും കേരളത്തിലാണെന്ന് ഈ ആശാ വർക്കേഴ്സിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലുള്ളവർക്കറിയാം ഇതാണ് സ്ഥിതി. അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിയും. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളൊന്നും അന്വേഷിക്കുന്നത് നന്നാവും. കാരണം നിങ്ങൾക്ക് ഡൽഹി ബ്യൂറോ ഒക്കെ ഉണ്ടല്ലോ. ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ 100 സീറ്റോടെ അധികാരത്തിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത്. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അതിന്റെ ഒരു സൂചനയൊക്കെയായി മാറുമോ? അല്ല, തീർച്ചയായിട്ടും ഏത് തെരഞ്ഞെടുപ്പിനകത്തും ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പെന്നല്ല. ഓരോ സമയത്തും വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയവും സാഹചര്യവും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്, കേരളത്തിലാണെങ്കിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ എല്ലാ പക്ഷത്തുനിന്നും ആക്രമണം വന്ന ഒരു ഗവൺമെന്റ് ആണെന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന പോലെ പറയുന്നുണ്ടോ? അപ്പോൾ അന്ന് പറഞ്ഞത് നിങ്ങൾ പെൻഷൻ കൊടുത്തില്ല എന്നാണ്, ഇപ്പം നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളല്ലാതെ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റ് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി 2ാം പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. കിഫ്ബി തുടങ്ങി വെച്ചു, കിഫ്ബിയുടെ പണം മൊത്തം അവർ തടഞ്ഞു വെച്ചിട്ടും നടപ്പിലാക്കി ഈ 2ാം പിണറായി സർക്കാർ. ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നു. UDF ആയിരുന്നു തുടർന്നെങ്കിൽ ഒന്നും കൊടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പഴയ ചരിത്രം. LDF ആയതുകൊണ്ട് അതെല്ലാം കൊടുത്തു. ആശാ വർക്കേഴ്സ് ആയാലും അംഗൻവാടി ആയാലും മറ്റേത് മേഖലയിലായാലും കൃത്യമായി ചെയ്യുന്നു. റോഡും പാലവും എല്ലാം. മെഡിക്കൽ കോളേജ് തന്നെ, മഞ്ചേരി മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത സ്ഥലമാണ്. ഒരു സൗകര്യം ഇല്ലാതാണ് മെഡിക്കൽ കോളേജ് പണ്ട് ഉദ്ഘാടനം ചെയ്തത്. 10ഓളം മെഡിക്കൽ കോളേജ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കിയത് LDF സർക്കാരാണ്, 1ാം സർക്കാരും 2ാം സർക്കാരും. 1000ഓളം പോസ്റ്റുകൾ ശരാശരി ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാൻ വേണം.
അതെല്ലാം കൊടുത്തത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് അടക്കം തുടങ്ങി. കാസർഗോഡ് മുതൽ കൊല്ലം വരെ. തിരുവനന്തപുരത്ത് നേരത്തെ വലിയ മെഡിക്കൽ കോളേജും സൗകര്യമുണ്ട്, വിവിധ ജില്ലകളിലുണ്ട്. കൊല്ലം മെഡിക്കൽ കോളേജ് 1000-ഓളം പോസ്റ്റും പല ഡിപ്പാർട്ട്മെൻറ്റും നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് ഈ ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഞാൻ ഓരോന്നും എടുത്തു വേണേൽ പറയാം. ഇതുപോലെ ഓരോ കാര്യങ്ങളും തുടർന്നതും ചെയ്തതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ അധികാരത്തിൽ വീണ്ടും തുടർന്നതുകൊണ്ടാണ്. അപ്പോൾ തുടർച്ചയാണ് വാസ്തവത്തിൽ കേരളത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രവൃത്തി പോലെയാണ്. LDF കല്ലൊക്കെ ഉരുട്ടി വളരെ പാടുപെട്ട് മേളിൽ കൊണ്ടുചെല്ലും. അവിടെ കഴിയുമ്പോഴത്തേക്ക് LDF പരാജയപ്പെടും. അപ്പോൾ UDF വരും. UDF ഈ കല്ല് താഴോട്ടുരുട്ടും. വീണ്ടും 5 വർഷം കഴിയുമ്പോൾ LDF വരും. താഴെ തകർന്നു കിടക്കുന്നതിനെ വീണ്ടും നന്നായി കൊണ്ടുപോകും. നാരായണത്ത് ഭ്രാന്തൻ്റെ പഴയ ആ കഥയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത് അതേപോലെയല്ല. പക്ഷേ ഇതിനെ തകർക്കുന്ന ഒരു സമീപനമാണ് എപ്പോഴും 5 വർഷം കഴിയുമ്പോൾ UDF ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ആ 5 വർഷം ചെയ്ത അധ്വാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇടതുപക്ഷം തുടർന്നത് കൊണ്ട് പറ്റി. അപ്പം തുടരും എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യമല്ല. തുടരും എന്നുള്ളതും തുടരണം എന്നുള്ളതും ജനങ്ങളുടെ ആഗ്രഹമാണ്. അങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ അല്ല, നേരത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ടീമിന്റെ നേതാവ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഇന്നിപ്പം കേരളത്തിലെ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പും അത് നേരത്തെ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഈ LDFന്റെ തുടർച്ച ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ പൊതുവെ അംഗീകരിക്കുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ മനസ്സിന്റെ ഉള്ളിൽ അവരും അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ രാഷ്ട്രീയമൊക്കെ പറയും, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഓരോ മണ്ഡലത്തിൻ്റെ ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾ UDF MLA പേഴ്സണലി ചോദിച്ചു നോക്ക്. ആ മണ്ഡലങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും വേർവൃത്തി കാണിച്ചിട്ടുണ്ടോ ഇടതുപക്ഷം? അവർ ചെയ്യുന്നതിൻ്റെ കൂട്ടായിരുന്നോ? അല്ല. അത് നിങ്ങൾ കാണുന്നതാണല്ലോ. ഈ റോഡിലാണല്ലോ സഞ്ചരിച്ച് വന്നത്. നിങ്ങൾ സാധാരണ തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ ഡെസ്കിൽ ഇരിക്കുന്നവരാണല്ലോ. അവിടുന്ന് വാഹനത്തിൽ നിലമ്പൂർ വരെ വരുമ്പോൾ മുമ്പുള്ള റോഡാണോ, മുമ്പുള്ള സൗകര്യങ്ങളാണോ? അല്ല എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ.